അപ്പോൾ രാവിലെ വോട്ട് ചെയ്തു. എൻ്റെ ബൂത്തായ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ് 135 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. കുടുംബസമേതം വന്നാണ് വോട്ട് ചെയ്തത്. ഭരണം അവസാനിപ്പിച്ച് കേരളത്തിന് ഒരു പുതുയുഗ പിറവി, ഒരു ന്യൂ ഇയറ, ഒരു പുതിയ കാലം കേരളത്തിലുണ്ടാവും. അത് UDF നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരും. പുതിയ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പരിപാടികളും പദ്ധതികളും ഉണ്ട്. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവും കേരളത്തിൽ. എന്ന് വെച്ചാൽ പ്രായമായവരെ ഉപേക്ഷിക്കില്ല, പ്രായമായവരെ ചേർത്ത് നിർത്തും. അവർ VIP-കളായിരിക്കും. UDF ഭരണകാലത്ത് VIP-കളായിരിക്കും. സ്ത്രീകളോട് പ്രത്യേക പരിഗണന ഉണ്ടാവും. അല്ലെ KSRTC ബസ്സിലൊക്കെ ഫ്രീ ആണ് സ്ത്രീകൾക്ക്. അതുപോലെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുക. അവരൊക്കെ പഠിച്ച് മിടുക്കികളായി നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഒരു ഗവൺമെന്റ് നമ്മളൊരു വിഷമത്തിലാവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെന്റ് ഉണ്ടാകണമെന്നാണ്. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാവും. ഒരു തലോടൽ പോലെ, ഒരു സാന്ത്വനം പോലെ ഒരു ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും.